അങ്ങനെ അമൃത് കൊണ്ടുവരാൻ ദേവലോകത്തേക്ക് പോകുന്ന ഗരുഡൻ വഴിക്ക് വെച്ച് അച്ഛൻ കശ്യപനോട് ഭക്ഷണം സുഖമില്ല എന്ന് പറഞ്ഞ വഴി ഉണ്ടാക്കാം. പോണ വഴിക്കൊരു തടാകം സരസ് കാണാം, അതിലൊരു ആനയുണ്ട്, അതിനെ പിടിച്ചു തന്നു. പക്ഷെ അതിന് മുമ്പ് അവരുടെ ഒരു ഹിസ്റ്ററി ഒന്ന് കേൾക്കണം, ചരിത്രം എന്താന്ന് ചോദിച്ചു. അതായത് പണ്ട് വിഭാവസു എന്നും സുപ്രതീകൻ എന്നും പറഞ്ഞിട്ട് രണ്ട് മുനിമാരുണ്ടായിരുന്നു, രണ്ടാൾക്കാർ. വിഭാവസു ജ്യേഷ്ഠൻ, സുപ്രതീകൻ അനിയൻ. ഇവർ സ്വത്ത് പങ്കുവെക്കണതിനെ പറ്റി ഒരു തർക്കമുണ്ടായി. ഈ സുപ്രതീകൻ എന്ന് പറഞ്ഞ അനിയൻ എപ്പോഴും ഭാഗം വേണം, എൻ്റെ ഭാഗം വേണം, എൻ്റെ ഭാഗം വേണം എന്നിങ്ങനെ പറയുക. ഇപ്പം വിഭാവസു എന്ന് പറഞ്ഞ ജ്യേഷ്ഠന് സ്വത്ത് പങ്കുവയ്ക്കാൻ ഇഷ്ടമില്ല. സ്വത്ത് പങ്കുവെച്ചാൽ പല ദോഷങ്ങളും ഉണ്ടാവും. ഒന്നാമത്തേൽ നമ്മുടെ തറവാട് മുടിയും, പിന്നെ നമ്മൾ തമ്മിൽ വഴക്കം, അതൊന്നും വേണ്ട, ഒരുമിച്ച് നിൽക്കുക, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത് പറ്റില്ല. സ്വത്ത് പങ്കുവെക്കണം എന്ന് അനിയൻ സുപ്രതീകൻ വഴക്കായി. ഇപ്പം ജ്യേഷ്ഠൻ വിഭാവസു ശപിച്ചു, അങ്ങോട്ടും ഇങ്ങടെ ശപിച്ചു. സുപ്രതീക നീ ആനയായി പോട്ടെ, വിഭാവസു നീ ആമയായി പോട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങടെ ശപിച്ചു. ചേട്ടനെ നീ അങ്ങോട്ടും ഇങ്ങോട്ട് ശപിച്ചു. ഒരുത്തൻ ആനയായി, വേറെ ഒരുത്തൻ ആമയായി. അവരാണ് ആ തടാകത്തിൽ കിടക്കണേ, അവരെ പിടിച്ച് തിന്നോ എന്ന് പറഞ്ഞു ഗരുഡനോട്. എന്നിട്ട് അമൃത് കൊണ്ടുവന്നോളൂ. ശരി, ഗരുഡൻ അവിടുന്ന് പറന്ന് ഈ തടാകത്തിൽ ചെന്നപ്പോൾ അവിടെ ആമയും ആനയുണ്ട്. ആ രണ്ടാളെയും ഇങ്ങോട്ട് എടുത്തു, കൊത്തി ഇങ്ങോട്ട് എടുത്തു. ആമയും ആനയും, ഒരാനയും. ആമ എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ആമയെന്നല്ല, വലിയ ആമയെന്ന്. രണ്ടെണ്ണത്തിനെയും കൊത്തി എടുത്ത് ഗരുഡൻ അവിടുന്ന് പറഞ്ഞു. ഇതിരുന്ന് കഴിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? ഇപ്പോൾ ടൂറ് പോകുന്ന ആൾക്കാർ വഴിയിൽ വല്ല ഒഴിഞ്ഞ ആളില്ലാത്ത സ്ഥലമോ അല്ലെങ്കിൽ പാടത്തൊക്കെ നിർത്തി ഭക്ഷണം കഴിക്കാൻ ഇത് എവിടെ ഇരുന്ന് കഴിക്കും? ഒരു ഡൈനിങ് ഹാള് കാണാനില്ല, ഡൈനിങ് സ്പേസ് കാണാനില്ല. ഗരുഡൻ എടുത്ത് ഇങ്ങനെ പറക്കുക. പല സ്ഥലത്തും പോയിപ്പോൾ ആ പർവ്വതങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഗരുഡൻ്റെ ചിറക്കട്ടിങ്ങനെ അടിച്ചിട്ട് വിറക്കാണ്. എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഒരു പർവ്വതത്തിൽ ചെന്നപ്പോൾ ഒരു ആൽമരം, വലിയൊരു വടവൃക്ഷം പറഞ്ഞു. അതേ ഗരുഡൻ, എനിക്ക് മനസ്സിലായി അങ്ങയുടെ പ്രശ്നം, എൻ്റെ കൊമ്പത്ത് വന്നിരുന്നോളൂ, ഇത് തിന്നോളൂ, സുഖമായിട്ടിരിക്കാം, കുഴപ്പമൊന്നുമില്ല. 1000 യോജനയോ വലിപ്പുണ്ട് ഈ ആലിന്, വലിയ ആല. അപ്പം ഗരുഡൻ എന്ത് ചെയ്തു? എന്നാ പിന്നെ അങ്ങനെയാവാം, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് വിശപ്പൊക്കെ മാറ്റി ദേവലോകത്തിൽ പോവാന്ന് വെച്ചാൽ ആ ആലിൻ്റെ കൊമ്പുമ്മ പിടിച്ചപ്പോൾ ആലിൻ്റെ കൊമ്പ് ഒടിഞ്ഞു. ഗ്രഹപ്പഴേ കാരണം മറ്റേ കൊക്കിൽ കൊത്തിയെടുത്തത് ആനയാണ്. കാലിൻ്റെ കൊമ്പത്തിരുന്നപ്പോൾ ഈ കൊമ്പ് ഒടിഞ്ഞു. ആ കൊമ്പൊടിഞ്ഞ കൊമ്പ് അവിടെ ഇട്ടാൽ മതി, കൊമ്പ് അവിടെ ഇടാൻ പറ്റില്ല. അതുമ്മ കുറെ മഹർഷിമാർ തലകീഴായിട്ട് തപസ് ചെയ്യുന്നുണ്ട്. യാലിൻ്റെ കൊമ്പത്ത് ആ മഹർഷിമാരുടെ പേര് വാലഖില്യർ എന്നൊക്കെ പറയുന്നുണ്ട്. അവരങ്ങനെ കുറെ മഹർഷിമാരുണ്ട്. അവർക്ക് ഈ തള്ളവരലിൻ്റെ വലിപ്പമുള്ളൂ. അതെ, അംഗുഷ്ടം പെരുവരല്ല, ഈ തള്ളവിരലിൻ്റെ മമ്മി ഫിംഗർ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ മമ്മി ഫിംഗർ, തള്ളവിരൽ മമ്മി ഫിംഗറിൻ്റെ വലിപ്പമുള്ള കുറെ മഹർഷിമാർ തലകീഴായിട്ട് നമ്മൾ തപസ് ചെയ്യുന്നുണ്ട്. ഇവർ ഉഗ്ര തപശക്തിയുള്ള ആൾക്കാരാ. ഇവരെ താഴ്ത്തിട്ടാൽ അവർ ലോകം നശിപ്പിക്കും, ഗരുഡൻ്റെ കഥയും കഴിക്കും. എന്ത് ചെയ്യും ഈ? അപ്പോൾ 2 കൈ കൊണ്ട് കൊമ്പ് പിടിച്ചേക്കുക, കൊക്കിലെന്താ ആനയും ആമയും എടുത്തത്. ഗരുഡ ഒരു ഗതി കിട്ടെടുക്കണ്ട, പറക്ക തന്നെ, ഈ കൊമ്പ് കളയാനും പറ്റില്ല, ആനയും തിന്നാണ്ടും പറ്റില്ല, ഇങ്ങനെ പറക്ക തന്നെയാണ്. എന്ത് ചെയ്യും? ഇപ്പം ഗന്ധമാദന പർവ്വതത്തിൽ വെച്ച് വീണ്ടും കണ്ടു തൻ്റെ അച്ഛൻ കശ്യപനെ. കണ്ടോ അച്ഛാ എൻ്റെ സ്ഥിതി? മോനെ, നീ ആ ബാലഖില്യമാരെ തലകീഴായിട്ട് പെരുവലിൻ്റെ വലിപ്പത്തിൽ കുറേ ആളുകൾ തൂങ്ങിക്കിടന്ന് തപസ്സില്ല. അവർ ഒന്നും ചെയ്യരുത്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നിൻ്റെ കഥ അവർ കഴിക്കും. നിൻ്റെ കഥ മാത്രമല്ല, ചിലപ്പോൾ ലോകത്തിൻ്റെ കഥ മുഴുവൻ കഴിക്കും. അവരാൾ ചില്ലറക്കാരല്ല. ഒരു പക്ഷേ ഈ ഗരുഡൻ്റെ ജനനത്തിൽ ചെറിയൊരു പങ്ക് ആർക്കുണ്ട്? ഈ ബാലഖില്യമാർക്ക്, ഈ തലകീഴായി തൂങ്ങിയിടുന്ന തപസ്വികൾക്കുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ കശ്യപൻ ഗരുഡൻ്റെ അച്ഛൻ ഒരു യജ്ഞം നടത്താൻ നിശ്ചയിച്ചു. അപ്പോൾ ഈ യജ്ഞത്തിന് വേണ്ട ഓരോ സംഭാരം എന്ന് പറഞ്ഞാൽ മോരെന്ന് ഒരർത്ഥമുണ്ട്. സംഭാരം എന്ന് പറഞ്ഞാൽ സംഭരിച്ചു കൊണ്ടുവരേണ്ട വസ്തുക്കൾ. ഷൂട്ടിങ്ങിനുള്ള സംഭാരങ്ങളൊക്കെ വന്നു, ക്യാമറ വന്നു, ലൈറ്റ് വന്നു, അത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആൾ വന്നു, കാർഡ് വന്നു. അതെ, ഇപ്പോൾ ഫിലിമില്ല, ഒക്കെ വന്നു. അതാണ് സംഭാരങ്ങൾ. യജ്ഞത്തിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്നു. അപ്പം ഇന്ദ്രൻ വിറക് കൊണ്ടുവരിക, ബാലഖില്യമാർ എത്ര വലിപ്പമുള്ള മഹർഷിമാരാ, ഇതിൻ്റെ വലിപ്പമുള്ള പെരുവലിൻ്റെ, അവരും വിറക് കൊണ്ടിട്ടുണ്ട്. ഇന്ദ്രൻ വലിയ വിറകെടുത്തിട്ടാണ് വരുന്നത്. ഇന്ദ്രൻ വലിയ ആളാണല്ലോ, പർവ്വതത്തിൻ്റെ വലിപ്പമുള്ള വിറകെടുത്തിട്ട് ഇന്ദ്രൻ വരുമ്പോൾ ഈ പെരുവിരലിൻ്റെ വലിപ്പമുള്ള ബാലഖില്യമാർ അവരെ കൊണ്ടാവണ ചില ചുള്ളിക്കമ്പ് ചെത്തുപൂളൊക്കെ എടുത്ത് ഇങ്ങനെ വരിക.
അപ്പോൾ ഇന്ദ്രൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പെരുവിരലിൻ്റെ വലിപ്പമുള്ളത് കൊണ്ട് ഈ ഒരു ചെറിയ കുഴിയിലെ ഗോഷ്പദം, അതായത് പശുവിൻ്റെ കുളമ്പടിയിലെ വെള്ളം, അത് ഇവർക്ക് സമുദ്രം പോലെ ഇവർക്ക് തൃശ വലിപ്പമുള്ളൂ. ഇതിൽ കുറേ മഹർഷിമാർ ഈ കുഴിയിൽ വീണു. റോട്ടിലെ ചെറിയൊരു കുഴിയാണ്. ഇപ്പോഴത്തെ റോട്ടിലെ കുഴിയുടെ വലിപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പഴയ കുഴി. ഇപ്പോഴത്തെ റോട്ടിലെ കുഴിയിൽ ബാലക്കില്ലമാരല്ല, പെരുവിരലിൻ്റെ വലിപ്പമല്ല, 6 അടിയുള്ള ഒരാൾ വീണാലും കാണുമെന്ന് സംശയമാണ്. അത് പോട്ടെ. ഇവർ ഈ ചില ആൾക്കാർ കുഴിയിൽ വീണു. ചെറിയ വലിപ്പം കുറവല്ലേ, കുഴിയിൽ വീണു, കുഴിയിൽ വീണു എന്നിട്ട് ഇന്ദ്രൻ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ബോഡി ഷേമിങ് നടത്തി. ഇത്ര വലിപ്പമല്ലോ നിങ്ങളൊക്കെ കുഴിയിൽ വീണില്ലേ? ആഹാ, ഇവർ വലിപ്പം കുറവാണെങ്കിൽ ഇവർ തപസ്സിൻ്റെ ശക്തി ഭയങ്കര. ഈ ഇന്ദ്രനെ ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഇരിക്കുള്ളൂ എന്ന് വെച്ചാൽ അവരെന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് കയറി, ഒരു വിധത്തിൽ കയറി ഒരു ഹോമം തുടങ്ങി. എന്തിനാ ഹോമം? വേറൊരു ഇന്ദ്രനെ സൃഷ്ടിക്കാൻ. ഈ ഇന്ദ്രന് പകരം ഞങ്ങളൊരു അപരൻ, അങ്ങനെയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിൽ അപരനെ നിർത്തും. ഒരുത്തൻ്റെ പേരുള്ള അല്ലെങ്കിൽ ചായയുള്ള അതേ ഒരുത്തിനെ നിർത്തി അവനെ വോട്ട് ഇങ്ങോട്ട് പിടിക്കാനാ, തോൽപ്പിക്കാൻ. അതുമാതിരി ഈ ഇന്ദ്രനെ ഒരു അപരനായ ഇന്ദ്രനെ ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് അവർ ഹോമം തുടങ്ങി. ഹോമം തുടങ്ങി എന്താ വഴി? അവർ ഹോമം ചെയ്താൽ ഇന്ദ്രൻ ഉണ്ടാവും. ഹോമം ഏതാണ്ട് പുരോഗമിക്കുമ്പോൾ ഇന്ദ്രൻ പോയിട്ട് കശ്യപനോട് പറഞ്ഞു, കശ്യപൻ അതേ ഇങ്ങനെ ഉണ്ട് ബാലഖില്യമാർ, എൻ്റെ കഥ കഴിക്കാൻ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ കശ്യപൻ ബാലഖില്യമാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളെന്താ ചെയ്യണേ? വേറെ ഒരു ഇന്ദ്രനെ ഉണ്ടാക്കിയാൽ മറ്റേ ഇന്ദ്രൻ്റെ കഥ കഴിയില്ലേ? അത് ചെയ്യാൻ പാടുമോ? എൻ്റെ യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ രണ്ടുപേരും, കശ്യപൻ്റെ യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. ഒരു കാര്യം ചെയ്യുമോ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ തപസ്സൊന്ന് അല്ലെങ്കിൽ ഈ ഹോമം ഒന്ന് നിർത്തുക, ഞങ്ങൾ നിർത്താം. പക്ഷേ ഞങ്ങൾ ചെയ്തു പോയി, അതിൻ്റെ ശക്തിയുണ്ട്, അത് ഞങ്ങൾ കശ്യപന് തരാം എന്ന് പറഞ്ഞിട്ട് ആ ശക്തിയും കൂടിയിട്ടാണ് ഗരുഡൻ ജനിച്ചത്. അപ്പോൾ വേറൊരു ഇന്ദ്രനെ സൃഷ്ടിക്കാൻ പുറപ്പെട്ട ആൾക്കാരാണ് ആര്? ബാലഖില്യമാർ. അവരുടെ തപസ്, അവനെ ഒന്നും ചെയ്യരുത്, നീ എന്തെങ്കിലും എന്ത് ചെയ്യണം, അച്ഛൻ തന്നെ ഒരു വഴി ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അവർ തപസ് ചെയ്യുക തലകീഴായിട്ട്. അവരെ കൊണർത്തി, അതേ എന്താ നിങ്ങൾ ഈ ഗരുഡനെ ഉപദ്രവിക്കരുത്, അവനിങ്ങനെ അമൃത് കൊണ്ടുവരാൻ, അവൻ്റെ അമ്മയുടെ ദാസ്യം ഒഴിവാക്കാൻ വേണ്ടി അമൃത് കൊണ്ടുവരാൻ പോവുകയാണ്, നിങ്ങൾ ഇവനെ ഒന്ന് ഒഴിവാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ കാര്യം. കശ്യപൻ പറഞ്ഞല്ലേ ഞങ്ങൾ കേൾക്കാം എന്ന് പറഞ്ഞാൽ അവർ കൊമ്പൊന്ന് ഇറങ്ങി തപസ് ചെയ്യാൻ പോയി. അപ്പോൾ ഗരുഡൻ ഫ്രീ ആയി. ഇനിയിപ്പോൾ ഇത് തിന്നു വേണ്ടോ? ഇത് എവിടെ വെച്ച് തിന്നു വെച്ചാൽ ഞാൻ അല്ല മുമ്പ് ഓടിച്ചല്ലോ. മോനൊരു കാര്യം ചെയ്തോ, അവിടെ സമുദ്രത്തിലെ മനുഷ്യർക്ക് പോയിട്ട് മറ്റ് ജീവികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥലത്തൊരു ദ്വീപുണ്ട്, അവിടെ കൊണ്ടുപോയി തിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഗരുഡൻ കൊക്കിൽ ആനയെയും ആമയെയും കാലുകൊണ്ട് ഈ ആലിൻ്റെ കൊമ്പത്ത് തലകേടായി തൂങ്ങിക്കിടക്കുന്ന ബാലഖില്യമാരെന്ന പെരുവിരലിൻ്റെ വലിപ്പമുള്ള മഹർഷിമാരെടുത്ത് ഇങ്ങനെ പറക്കുമ്പോൾ പിന്നെയാണല്ലോ കശ്യപനെ കണ്ടത്. ആ പരാക്രമം കണ്ടിട്ട് ആണത്രേ ഗുരുതരമായ ഭാരമേന്തി ഡയനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ മഹർഷിമാർ അവന് ഗരുഡൻ എന്ന് പേരിട്ടു. വലിയ ഭാരം എന്തി ഡയനം ചെയ്യണം, പറക്കുക. അതുകൊണ്ട് അവന് ഗരുഡൻ എന്ന് പേരിട്ടു. ഗരുഡൻ എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞ ആ ദ്വീപിൽ പോയിട്ട് ഇതൊക്കെ കൊത്തി തിന്നു. യാന ആമയുടെയും സുപ്രതീകൻ്റെയും മറ്റവൻ്റെയും വിഭാവസുൻ്റെയും കഥ കഴിച്ച് ഭക്ഷണം കഴിച്ചു. സുഖായി ഗരുഡൻ പതുക്കെ ദേവലോകത്തേക്ക് പറന്നു. ഇവിടുന്ന് ഗരുഡൻ അമൃത അന്വേഷിച്ച് പുറപ്പെട്ടു പോകുമ്പോൾ തന്നെ അതിൻ്റെ സിഗ്നൽ ഇൻഡിക്കേറ്റർ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇമെയിലിനൊക്കെ വേഗത്തില്ല കമ്മ്യൂണിക്കേഷൻ. അതെ, ഇമെയിലിന് തമിഴിൽ മിന്നൽ അഞ്ചൽ എന്നത്ര തർജ്ജമ. തമിഴിൽ ഇമെയിലിന് മിന്നൽ അഞ്ചൽ, മലയാളത്തിൽ എന്താ തർജ്ജമ നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ വേഗത്തിൽ അവിടെ വിവരം കിട്ടിയപ്പോൾ ദേവലോകത്ത് ഭയങ്കര സെക്യൂരിറ്റി ഏർപ്പാടായി. അമൃത അസുരന്മാരെയും തട്ടിയെടുത്ത് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. അത് ആരെങ്കിലും കെട്ടുകൊണ്ട് പോയാൽ കഴിഞ്ഞു കഥ. അങ്ങനെ പറ്റും. ഗരുഡൻ്റെ ചിറകട്ടിച്ച് ഗരുഡൻ ചെല്ലുമ്പോൾ ദേവലോകം കിടന്ന് വരണ്ട തുടങ്ങി. അവിടെ നിൽക്കുന്ന സകല ദേവന്മാരായിട്ടും കാവൽക്കാരായിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന സകല ദേവന്മാരോട് മാറ്റി ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് ഗരുഡൻ അമൃതകുംഭം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിച്ചു. അമൃതകുംഭം ഇരിക്കുന്ന സ്ഥലത്ത് അതിന് 2 സർപ്പങ്ങൾ കാവലിക്കുണ്ട്. അതിനെ ചുറ്റിയിട്ട് തീൻ്റെ ചക്രമുണ്ട്.